നമസ്കാരം. ഇപ്പം മാങ്ങ സീസണാണല്ലോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചില രുചികരമായ മാങ്ങ റെസിപ്പികളാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. മാമ്പഴം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടും. എൻ്റെ കറിവേപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടിപ്സിൽ ഗ്രാനൈറ്റ് കോട്ടിങ്ങുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണണേ. ഇത് എൻ്റെ വീട്ടിലുള്ള മാവിൻ്റെ ഒരു വ്യൂ ആണ്. മാമ്പഴത്തിൽ അയണും വൈറ്റമിൻ സിയും ധാരാളമുണ്ട്. അയൺ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി വേണം. അപ്പോൾ ഇവ രണ്ടും മാമ്പഴത്തിലുള്ളതുകൊണ്ട് അയൺ വേഗത്തിൽ ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടും. അയൺ ഡെഫിഷ്യൻസി വരിയില്ല. പിന്നെ വിളർച്ച അല്ലെങ്കിൽ അനീമിയയും തടയും. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും കൂടാതെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഒഴിവാക്കാനും മാമ്പഴം സഹായിക്കും. ദഹനപ്രക്രിയ വേഗത്തിലാക്കും. കൂടാതെ മാമ്പഴത്തിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഡയബറ്റിക് ആണെങ്കിൽ മിതമായ അളവിൽ മാമ്പഴം കഴിക്കാവൂ. മാമ്പഴം ഒഴിവാക്കാൻ ഡോക്ടർമാർ ഒരിക്കലും നിർദ്ദേശിക്കാറില്ല. കാരണം അതിൽ അത്രയേറെ ഗുണങ്ങളുണ്ട്. ചെറിയ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കഴിക്കാം. മാമ്പഴം കൊണ്ടുള്ള ഏത് വിഭവം ഉണ്ടാക്കിയാലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് മാംഗോ പൾപ്പാണ്. അപ്പം നമുക്ക് ആദ്യം മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. നല്ല പഴുത്ത മാങ്ങ ഞാനിവിടെ ഒരു 650 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്പം തരിത്തരിപ്പോടെ ആയാലും കുഴപ്പമില്ല. ഇനി ഒരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് ഈ മാങ്ങ അതിലേക്ക് ഇടുക. 1/2 കിലോ മാങ്ങയ്ക്ക് 150 ഗ്രാം പഞ്ചസാര എന്ന കണക്കാണ്. ഇപ്പോൾ ഇതിപ്പോൾ 650 ഗ്രാം മാങ്ങ ഉള്ളതുകൊണ്ട് ഞാനൊരു 200 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇടുക. കുറച്ച് സമയം തിളച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം അല്പം കുറയ്ക്കാം. തിളയ്ക്കുമ്പോൾ തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിപ്പോൾ 2 ടീസ്പൂൺ നാരങ്ങാനീര് അതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ മതി. മൊത്തത്തിലൊരു 10-12 മിനിറ്റ് എടുത്ത് കാണുമേ. അപ്പോൾ നമുക്ക് ഇതിൽ ചേർത്തത് നമ്മൾ പഞ്ചസാരയും അല്പം ഉപ്പും നാരങ്ങാനീര് മാത്രം. ഇപ്പോൾ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. തണുത്ത ശേഷം കണ്ടെയ്നറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. 2 വർഷത്തോളം കേടാകാതിരിക്കും. ഇത് ഐസ്ക്രീമുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിനെ ഉണക്കിയെടുത്താൽ മാങ്ങാത്തിര എന്ന സ്വീറ്റ് കിട്ടും. അതും നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് മാങ്ങ ഹൽവ ഉണ്ടാക്കാം, മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം എന്നിങ്ങനെ പലതും നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മാംഗോ ഐസ്ക്രീം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ എടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. 10-15 മിനിറ്റ് എടുക്കുക. ഇത് തിളയ്ക്കാനായിട്ട്. തിളച്ച ശേഷം മിനിമം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു നീണ്ട സ്പൂൺ അതിലേക്കിട്ട് പകുതി അടച്ച് ഇനി നമുക്ക് മറ്റ് പണികൾക്ക് പോകാം. വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം പകുതിയാകണേ. ഏകദേശം 1 മണിക്കൂർ എടുക്കും. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ അതിലേക്ക് പഞ്ചസാര ഇടാം. ആ ചൂടിൽ കിടന്ന് പഞ്ചസാര അലി. 200 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ടത്. ഇതിൽ പാടയും തരികളും ഒക്കെ ഇതുപോലെ കാണും. അതൊന്നും പ്രശ്നമേ അല്ല. നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ എല്ലാം ക്ലിയർ ആവും. ഇനി ഇതൊന്ന് ചെറുതായി തണുക്കട്ടെ. ഈ സമയത്ത് ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി വിസ്ക് കൊണ്ടൊന്ന് അടിച്ചു വയ്ക്കുക. വെജിറ്റേറിയൻസിന് മുട്ടയ്ക്ക് പകരം ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ, ഒരു 1/4 കപ്പ് ചെറു ചൂട് പാൽ, ഇതേ പാലിൽ നിന്ന് എടുത്താൽ മതിയെ, ഒന്ന് കലക്കി വയ്ക്കുക. ഇനി പാൽ ഏകദേശം തണുത്ത് കാണുമല്ലോ, അതിലേക്ക് ഒഴിച്ച് ഈ മുട്ട ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ കത്തിച്ച് ഈ കൂട്ട് അതിലേക്ക് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണേ. അപ്പോഴേക്കും ഇത് കുറുകി വരും, അതായത് കട്ടിയായിട്ട് വരും. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ഇരിക്കും. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. റെഡിമെയ്ഡ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് എളുപ്പത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. താല്പര്യമുള്ളവർക്ക് ഇതുണ്ടാക്കാം, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. ഇനി ഇതിനെ മിക്സിയിലൊന്ന് അടിച്ച ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണേ. ഇപ്പോൾ കണ്ടില്ലേ, തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് ഒന്ന് ഇളക്കി 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. മുട്ട അല്ലെങ്കിൽ കോൺഫ്ലോർ ഒഴിച്ച് വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ഇതുപോലെ ചുവട്ടിപ്പിടിക്കും. അഥവാ ചുവട്ടിൽ പിടിച്ചെന്ന് തോന്നിയാൽ അടി താഴ്ത്തി ഇളക്കാതിരുന്നാൽ മതിയേ. അടി താഴ്ത്തി ഇളക്കിയാണെങ്കിൽ കറുത്ത പൊടികൾ ഇതുപോലെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമായിരിക്കണം. കൈവിടാതെ ഇളക്കിയും കൊടുക്കണം. ഇപ്പോൾ 2 മണിക്കൂറായേ. നമ്മൾ ഉണ്ടാക്കി വെച്ച മാംഗോ പൾപ്പ് എടുത്ത് വയ്ക്കാം. ഇനി ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒരു 200 ml, അതായത് 200 ml ഫ്രഷ് ക്രീം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചാലും മതി.
നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 2 മണിക്കൂർ തണുപ്പിച്ച ഐസ്ക്രീം കൂടി ഒഴിച്ച് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിഷിലേക്ക് ഒരു ലെയർ ഒഴിച്ച ശേഷം മാംഗോ പൾപ്പ് അടുത്ത ലെയറായിട്ട് ഇടുക. അങ്ങനെ ഒരു 2 ലെയറോളം ഇടവിട്ട് ഒഴിച്ച ശേഷം 8 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കണേ. നല്ല പ്രത്യേക ടേസ്റ്റുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ പ്ലെയിൻ ഐസ്ക്രീമിൽ നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ഈ മാംഗോ പൾപ്പ് ഉപയോഗിക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം കഴിക്കുമ്പോൾ പല ഫ്ലേവറിലുള്ള ടോപ്പിംഗ് കിട്ടുമല്ലോ, അതിലെ മാംഗോ ടോപ്പിങ്ങിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പം മാംഗോ ഐസ്ക്രീം കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാം. നമ്മൾ വാങ്ങി കഴിക്കുന്ന പാക്കറ്റ് ഫ്രൂട്ടി ഉണ്ടല്ലോ, അതേ ടേസ്റ്റാണ് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൂട്ടിക്കും. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പാനിലേക്ക് 2 കപ്പ് പഴുത്ത മാങ്ങ അരിഞ്ഞതും 1/2 കപ്പ് പച്ചമാങ്ങ അരിഞ്ഞതും 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെക്കുക. അടച്ച് വെക്കണേ. ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. നല്ല തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് സ്മൂത്ത് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. ആ പേസ്റ്റിനെ വീണ്ടും അതേ അരിപ്പയിലൂടെ നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ആ വെള്ളം കൂടി ചേർത്ത് വീണ്ടും അരിച്ചെടുക്കുക. എന്നിട്ട് അതിനെ വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണേ. അതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായ കൺസിസ്റ്റൻസിയാക്കി കിട്ടും. ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. 2 മണിക്കൂർ തണുത്ത ശേഷം ഒരു ഗ്ലാസ്സിൽ അല്പം ഐസ് ക്യൂബ്സ് ഇടുക. ഈ മിക്സ് അതിലേക്ക് ഒഴിക്കുക. ഒന്ന് കുടിച്ച് നോക്കണേ. ഇതിൻ്റെ ടേസ്റ്റ് അസൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടി പോലെ തന്നെ ഇരിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മാംഗോ ഫ്രൂട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് മാമ്പഴം വരട്ടുന്നതൊന്ന് കാണാം. 1 കിലോ പഴുത്ത മാങ്ങാ പൾപ്പിന് 1/2 കിലോ ശർക്കര എന്നാണ് ഞാനെടുത്ത കണക്ക്. 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളത്തിലൊഴിച്ച് തിളപ്പിച്ച് അരിച്ചെടുക്കുക. സ്റ്റൗ കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ 1 കിലോ മാംഗോ പൾപ്പ് ഇടുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച ശേഷം അരിച്ചു വെച്ച 1/2 കിലോ ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണേ. മീഡിയം ഫ്ലെയിം മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റായി കാണുമേ. ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറായി കാണും. ഇനി അപ്പോഴേക്കും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. ഇപ്പം 1 മണിക്കൂറായേ. റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ മുറിഞ്ഞു വരണം, അല്ലാതെ ഒഴുകി വരികയല്ല. ഇതാണ് എൻ്റെ പരുവം. ഇനി കുറച്ച് നട്ട്സ് 1 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വറുത്ത് ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വെറുതെ ഒന്ന് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് ഈ നട്ട്സ് കൂടി ഇട്ടാൽ. ഏകദേശം ചക്ക വരട്ടിയതുപോലെ തന്നെ ഇരിക്കും. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഫ്ലേവറിൽ അല്പം വ്യത്യാസം കാണും. ഇത് ഒന്ന് കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ ഉണ്ണിയപ്പം, അട, പിന്നെ പായസം എല്ലാം പിന്നീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രമായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങ വരട്ടിയതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയ മാംഗോ പൾപ്പ്, മാംഗോ ഫ്രൂട്ടി, മാംഗോ ഐസ്ക്രീം, മാംഗോ വരട്ടിയത് ഇതൊക്കെ എപ്പോഴെങ്കിലും ഒരു അല്പം ഉണ്ടാക്കി നോക്കുക. ഈ സീസണിൽ മാങ്ങ അവൈലബിൾ ആണല്ലോ. തീർച്ചയായും ഈ ഓരോ ഐറ്റമും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ടിപ്സ് കൂടി കാണണേ. ഇന്നത്തെ ടിപ്സിൽ ഗ്രാനൈറ്റ് കോട്ടിങ്ങുള്ള ഒരു കാരോട്ട് ബ്രാൻഡിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. 20 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 575 ഗ്രാംസ്, അതായത് 575 ഗ്രാം വെയിറ്റുമാണ് ഈ പാനിലുള്ളത്. ഇതിൻ്റെ വെയിറ്റ് വിത്ത് ലിഡാണെങ്കിൽ 1 കിലോ ഉണ്ട്. ഇത് കാണാൻ വളരെ ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനൊപ്പം വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഗ്ലാസ് ലിഡ് കൂടിയുണ്ട്. പിന്നെ ഉടൻ ലുക്ക് തോന്നിക്കുന്ന നല്ല സ്മൂത്ത് എന്നാൽ നല്ല ഗ്രിപ്പുള്ളൊരു ഹാൻഡിലുണ്ട്. ഇതിൽ റിവറ്റ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ ഈ ഹാൻഡിൽ. അതുകൊണ്ട് അപ്പോൾ അവിടെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഇതിൻ്റെ അടിവശം ഫ്ലാറ്റാണ്. ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആണ്. ആക്ച്വൽ പ്രൈസ് 2819 ആണ്. പക്ഷേ ഡിസ്കൗണ്ട് കഴിച്ച് എനിക്ക് കിട്ടിയത് 1006 റുപ്പീസിനാണ്. ഇതിൻ്റെ ലിഡിലും ഒരു ഹാൻഡിലുണ്ട്. അതും വുഡൻ ലുക്ക് തോന്നിക്കുന്ന ബേക്കിലേറ്റ് മെറ്റീരിയലാണ്. കാരോട്ടെ കമ്പനിക്കാരുടെ ഏറ്റവും ചെറിയ പാനാണിത്. ഇനി അടുത്തത് ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിച്ച അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഏത് കമ്പനിക്കാരുടെ ആയാലും മതി, മിൽക്കി മിസ്റ്റിൻ്റെ ആയാലും മതി. എല്ലാം 60-നും 70-നും രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കും ഇതിൻ്റെയൊക്കെ വില. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പ്രകൃതി തന്ന ഒരു ബ്ലെസ്സിങ് ആണ് മാമ്പഴം. എപ്പോഴെങ്കിലും ഈ വിഭവങ്ങളൊക്കെ കുറേശ്ശെയെങ്കിലും ഉണ്ടാക്കി നോക്കുക. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ വിഭവങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.